ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഇനി നമുക്ക് മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഞാൻ ഏതോ ഒരു ഷോർട്സിൽ നിന്ന് കണ്ടിട്ടുണ്ടാക്കുകയാണ്. ആളുടെ പേര് ഞാൻ മറന്നുപോയി. എന്തായാലും ഞാൻ ലാസ്റ്റ് ആവും മെൻഷൻ ചെയ്യാം കേട്ടോ. നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കുക്കറിൽ ബോൺലെസ് ചിക്കനാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഇതിൽ കുറച്ച് എല്ലുള്ള ചിക്കൻ ഇട്ടിട്ടുണ്ട്. നമുക്കത് വെന്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് പീസാക്കി എടുക്കും. അപ്പോൾ അതിൽ സെപ്പറേറ്റ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. എന്തായാലും കൂടുതൽ ഇതിൽ ബോൺലെസ് ചിക്കൻ ആയിട്ട് ഇട്ടുള്ളത്. പിന്നെ ഇതിലുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ വലിയ നമ്മുടെ സവാളയില്ലേ അതിങ്ങനെ കുറച്ച് കുഞ്ഞിതാക്കി അരിഞ്ഞിട്ട് ഒരുമിച്ച് വെച്ചതാട്ടോ. അപ്പോൾ അത് അങ്ങനെയാണ് ഇടേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ ആവശ്യമുള്ളത് പെപ്പറും ഉപ്പുമാണ്. എന്നിട്ട് നമ്മൾ വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് വേവിക്കുക കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഈ സവാളയും ഇതൊക്കെ നമ്മുടെ ചിക്കനേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതിലുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള കുഞ്ഞതാക്കി അരിഞ്ഞതാണ്. ഇത് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ എത്ര ചിക്കനാണ് എടുക്കുന്നത് ആ ചിക്കൻ അനുസരിച്ചുള്ളതാട്ടോ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ് ഉപ്പ് ഇടാം. കല്ലുപ്പാട്ടോ ഇട്ടിട്ടുള്ളത്. കുറച്ചിട്ടാൽ മതി, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. പിന്നെ നമുക്കിനി പെപ്പറും കൂടി ഇടണം. പെപ്പറും ഈ സൂപ്പിന് പെപ്പർ കുറച്ച് ടേസ്റ്റ് കിട്ടും എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ചധികം പെപ്പർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒരു 4 വിസിൽ അടിക്കുന്ന വരെ വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ചോന്ന കളറുള്ള വെള്ളം ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വറുക്കാൻ വേണ്ടി മസാല പുരട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ജസ്റ്റ് ആ പാത്രം ഒന്ന് കഴുകിയിട്ട് അതിലാകുമ്പോൾ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമല്ലോ. അങ്ങനെ ആ ഒരു മസാല പുരട്ടി വെച്ച ആ പാത്രം ഒന്ന് ജസ്റ്റ് വെള്ളത്തോണ്ട് കഴുകിയിട്ട് ആ വെള്ളമാട്ടോ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. അതാണ് ഇങ്ങനെ ഒരു ചുവന്ന കളർ വെള്ളമായിട്ടിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് ഇനി വേവിച്ചെടുക്കാം. ഒരു 4 വിസിലോളം നമ്മൾ ആക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേവിക്കാൻ വെച്ചാലോ. അപ്പോൾ അതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി സ്റ്റവ് ഓൺ ചെയ്യാം. കുറച്ച് വേഗത്തിലാവാനായിട്ട് ഏറ്റവും വലിയ സ്റ്റവിൽ തന്നെയാട്ടോ വെച്ചിട്ടുള്ളത്. നമുക്കിനി 4 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. 4 വിസിലായിട്ട് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കിത് ഓഫാക്കി വയ്ക്കാം. സ്റ്റവ് ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കിടന്നതിൽ നന്നായി ഒന്ന് വേവട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഇതിൻ്റെ വെന്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നല്ല മണക്ക് വരുന്നത്, നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ നിങ്ങൾ? ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിക്കാൻ നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് ഒന്ന് കുഞ്ഞു പീസസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്ന് ചിക്കൻ്റെ പീസുകൾ പുറത്തെടുത്തിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഞാനിതിന്ന് ചിക്കൻ്റെ പീസുകൾ ഇങ്ങനെ എടുക്കുകയാണ്. ഇത് എല്ലുള്ള പീസാട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് എല്ല് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് എല്ലുള്ള പീസുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാ മക്കളെ, ഞാൻ ഈ ചിക്കൻ്റെ പീസസ് മാത്രം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് കുഞ്ഞു പീസാക്കി എടുക്കാം. പിന്നെ ബോൺസ് ഉള്ള പീസ് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. ഇതിങ്ങനെ ഇവിടെ ഇരിക്കണാകുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ തോന്നും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പീസൊക്കെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് അറിയാണ്ടൊരു തൊര. ഉപ്പും കുരുമുളകൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പ് ഉണ്ടാക്കി അടിപൊളിയായിരിക്കില്ലേ? എന്തായാലും നമുക്ക് ഒന്ന് ചൂടാറാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചിക്കൻ നന്നായി കുഞ്ഞാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി നമ്മൾ സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം പക്ഷേ ഞാനുണ്ടല്ലോ സ്റ്റോക്ക് ആദ്യം വെള്ളം നമ്മൾ ചിക്കൻ തിളപ്പിക്കാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്തതുകൊണ്ട് സ്റ്റോക്ക് അധികം കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മളെന്തായാലും കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ആക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ സ്റ്റോക്കിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്ഥലം ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറത്ത് കറണ്ട് യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന സ്റ്റവ് ആട്ടോ. അപ്പോൾ കറണ്ട് പോയപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് വന്നേക്കാണ്. ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു ശബ്ദം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ, അതിലേക്ക് നമുക്കിനി ചിക്കൻ ഇടണം. ഈ ചിക്കൻ അതിലേക്ക് ഇടണം കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വെള്ളം ആഡ് ചെയ്യാം കേട്ടോ. ഈ വെള്ളം ചോപ്പാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിക്കൻ വറുക്കാൻ വേണ്ടി മസാല പൊടിച്ച് വെച്ച ആ പാത്രം ഒന്നും കൂടി തുടച്ചിട്ട് വെള്ളമാക്കിയിട്ടാണ്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം മതിയാ. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച് വെന്ന് കഴിയുമ്പോഴേക്കും ഒരു മുട്ട പൊട്ടിച്ച് ആഡ് ചെയ്യണം കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. നമുക്ക് ആ മുട്ട നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കണം.
അപ്പോൾ ആ മുട്ട നന്നായി നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യണം, ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് തിളക്കിയിട്ട് ഒന്ന്. ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ് കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഒഴിച്ചാൽ നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ നല്ലൊരു കട്ടയെ വന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി ക്രീമി ആയി പോയാമ്മ. ഇത് വെള്ളം ആഡ് ചെയ്തിട്ടാ. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളൊന്ന് ചൂടാക്കിയിട്ടുള്ള വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ടേസ്റ്റി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ലൊരു ഇതിലായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. ഗൈസ്, ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നമ്മുടെ ഫ്രഷ് ക്രീം കൂടി ഒന്ന് ആഡ് ചെയ്തോണ്ടാട്ടോ, ഒരു വൈറ്റ് കളറായിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി എല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്ത് കൊടുത്ത് നോക്കി നോക്കാം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയാം. പിന്നെ മിൻഷാസ് വ്ളോഗ്സ് എന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഞാനിത് ഉണ്ടാക്കിയത്. ബാക്കി സൂപ്പൊക്കെ കുറേ ഐറ്റംസ് നമ്മൾ കണ്ടു, ബീൻസ്, ക്യാരറ്റ്. ഇതാകുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് എന്തായാലും സെർവ് ആയിട്ടൊന്ന് ടേസ്റ്റിനും കൂടി നോക്കാം കേട്ടോ. നമുക്കിനി ഇത് ചെറിയൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മയോട് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. കാണുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട്. ടേസ്റ്റ് ഉണ്ടാവുന്നതാട്ടോ എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് എന്തായാലും മാറ്റിയിട്ട് അമ്മയ്ക്കൊന്ന് കൊണ്ടുപോയി കൊടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് അമ്മ പറഞ്ഞു തരും. എന്നാ ടേസ്റ്റ് ഉണ്ടാ? കുറച്ച് സോസും കൂടി വെച്ചാൽ ഉപ്പും കുരുമുളകൊക്കെ ഉണ്ടാ? കുരുമുളക് കുറച്ച് മുന്തി നിൽക്കുന്നുണ്ട്. നമുക്ക് ഞാനും കൂടി ഒന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നറിയാമ്മ. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. അങ്ങനെ ഞാൻ എൻ്റെ സൂപ്പായിട്ട് ഇവിടെ പുറത്ത് വന്നിരുന്നു കേട്ടോ, കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ കഴിക്കാനും. നമുക്ക് ടേസ്റ്റ് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, അമ്മ നോക്കിയിട്ട് നല്ലതാന്ന് പറഞ്ഞു. നല്ലതാട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ ഈ ഒരു തണുപ്പ് കാലത്ത് നമുക്ക് സൂപ്പ് ഒക്കെ നല്ല രസമാണല്ലോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം സിമ്പിളാണ്, നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഇനിയും വരാം കേട്ടോ. അതുവരെയ്ക്കും ടാറ്റാ.